റൂട്ട് നമ്പർ 17, ഡയറക്ടർ അഭിലാഷ് ജി ദേവ്, സ്റ്റാറിംഗ് അഖിൽ പ്രഭാകർ, അഞ്ജു പാണ്ഡ്യ, ജിതിൻ രമേശ്, ഹരീഷ് പേരേണ്. താരതമ്യേന പുതിയ ആൾക്കാർ തന്നെയാണ് ഈ പടത്തിൻ്റെ കാസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതിലെടുത്ത് പറയേണ്ട ഒരു പേര് ഹരീഷ് പേരേഴയാണ്. ആ ഒരു റൂട്ട് നമ്പർ 17 എന്ന് പറയുന്ന ആ ഒരു റൂട്ടിൽ പല നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നടക്കുന്ന ആ ഒരു റോഡിൽ പോകുന്ന ആ റോഡിൽ പോകുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കഥയാണ് ഈ റൂട്ട് നമ്പർ 17 എന്ന് പറഞ്ഞിട്ടുള്ള ഈ പടത്തിൽ നടക്കുന്നത്. അതിപ്പോൾ ഒരു പ്രതികാരത്തിൻ്റെ കഥ എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള മൂമെൻറ്റ്സ് ഒക്കെ വരുന്നത് വൺ ഹൊററിൽ എടുത്തിട്ടുള്ള ഒരു പടം. ഹൊറർ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരു നോൺ ലീനിയർ ടൈപ്പിൽ ഫസ്റ്റ് തന്നെ ഇതെല്ലാം കാണിച്ചിട്ട് അതെങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നു എന്ന് കാണിച്ചു തരുന്നതാണ് ഫസ്റ്റ് ഹാഫ്. അതായത് ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് ആ ഇൻസിഡൻറ്റ് എങ്ങനെയാണ് സംഭവിച്ചു എന്ന് കാണിച്ചു തരുന്നത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് സീൻസാണ്. എന്താണ് ഈ സംഭവം നടക്കാനായിട്ടുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഒരു സെക്കൻഡ് ഹാഫിൽ പോകുന്നത്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻകറേജ് ആയിട്ടുള്ള ഒരു ഹൊറർ മൂഡിൽ ഒരു കഥ പോകുന്നു. നോർമലി നമുക്കിപ്പം ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ലോ ബഡ്ജറ്റിൽ ഒരു ചെറിയ മൂവി വരുന്നു, നമ്മൾ അധികം ആരും അറിയപ്പെടാതെ പോകുന്ന കുറേ മൂവികളുണ്ട്. സപ്പോസ് ആ ഒരു കൂട്ടത്തിലായി പോകും എന്ന് തോന്നുന്നു ഈ ഒരു മൂവി. കാരണം നമ്മൾ ഫോണിലോ എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ ആലോചിക്കും നമുക്ക് തിയേറ്ററിൽ മിസ്സായി പോയല്ലോ ഇപ്പോൾ. സപ്പോസ് ഇതിൽ പിന്നെ വേറൊരു കാര്യം പറയാന്നുണ്ടെങ്കിൽ ഔസേപ്പച്ചൻ്റെ മ്യൂസിക്. മലയാളികൾ പണ്ട് മുതൽ ഒരു അരനൂറ്റാണ്ടായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സംഗീതങ്ങളാണ് ഔസേപ്പച്ചൻ്റെ. ആ ഔസേപ്പച്ചൻ്റെ ആദ്യത്തെ തമിഴ് മൂവിയാണ് റൂട്ട് നമ്പർ 17. പുള്ളിയുടേതായിട്ടുള്ള രീതി ആ ഒരു പോർഷൻ ചെയ്ത് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. സോങ്സിലായാലും എന്താണെങ്കിലും ആ ഒരു വിഷ്വൽസിൽ ആ പുള്ളിയുടെ ആ ഒരു സോങ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഇതിനകത്ത് സ്കോറിങ് ചെയ്തിരിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്തിരിക്കുന്നത് കാന്താരയുടെ ടീമാണ് ചെയ്തിരിക്കുന്നത്. അത് ഈ ഒരു സീനിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ. അതിൽ നമ്മൾ ആ ഒരു വിഷ്വലി നമ്മളെപ്പോൾ പേടിക്കണം എന്ന് എന്താവും ഒരു സീൻ കഴിഞ്ഞിട്ട് അടുത്ത സീനിലേക്ക് വരുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാക്കി നൈസായിരുന്നു തിയേറ്ററിൽ. നമ്മൾ കുറേ മലയാളം പടങ്ങൾ നമുക്ക് എപ്പോഴും വരുന്നതാണ്. അപ്പം പല പടങ്ങളും വിജയിക്കാതെ പോകുന്നുണ്ട് ഞങ്ങൾക്ക് കുഞ്ഞു പടങ്ങൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത മ്യൂസിക്കുകളോ ഇല്ലാത്തതിൻ്റെ പേരാണ്. അപ്പോൾ ഈ റൂട്ട് നമ്പർ 17 എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിക്കും നമ്മൾ ഇന്ന് ഇറങ്ങുന്ന പല മലയാളം പടങ്ങളെക്കാട്ടും നല്ല ക്വാളിറ്റി ഉള്ളൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ മേക്കിംഗ് കൊണ്ടാണെങ്കിലും സ്കോറിങ് കൊണ്ടാണെങ്കിലും ആക്ടേഴ്സിൻ്റെ ആക്ടിങ് കൊണ്ടാണെങ്കിലും എല്ലാം ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് നിന്നൊരു മൂവിയാണ്. നമ്മളിന്ന് തിയേറ്ററിൽ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ താരതമ്യേന ആൾ കുറവായിരുന്നു തിയേറ്ററിൽ. ഓക്കെ, ഞാൻ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് എറണാകുളം സംഗീത തിയേറ്ററിലാണ്. ഒരു കുഞ്ഞ് തിയേറ്ററാണ്. നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സറൗണ്ട് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം ആ ഒരു കുഞ്ഞ് തിയേറ്ററിൽ ഇരുന്നപ്പോൾ തന്നെ മനസ്സിലായി ആ ഒരു പടത്തിൻ്റെ സ്കോറിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. വിഷ്വലി ഭയങ്കര ട്രീറ്റ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന നല്ലൊരു പടം തന്നെയാണ് റൂട്ട് നമ്പർ 17.